ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാവർക്കും സൈലന്റ് ലേണിംഗ് ഒരു വീഡിയോ ഞാൻ സ്വാഗതം ചെയ്യാണ്. മക്കളെ, ഉറപ്പായും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട അതിൽ ഒരു ടാസ്ക് ഞാൻ തരികയാണ്. ടാസ്ക് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരന് നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായവും നിങ്ങൾ ഏത് കൂട്ടുകാരനാണോ സെൻഡ് ചെയ്തത് ആ കൂട്ടുകാരന്റെ പേര് നിങ്ങൾ ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക, കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എന്നിട്ട് ആ കൂട്ടുകാരനോട് പറയാ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നീ എന്റെ ചാറ്റിന് വന്നൊന്ന് റിപ്ലൈ തരാൻ പറയാം. അപ്പൊ നമുക്ക് നോക്കാം ആരുടെ ചാറ്റിനായിരിക്കും ഏറ്റവും കൂടുതൽ റിപ്ലൈ വരുന്നത് നോക്കാം. അപ്പോൾ കമന്റ് എണ്ണം കൂടാ ഒരു വഴി നിങ്ങൾക്ക് ഒരു രസം. ഓക്കെ, അപ്പൊ എല്ലാം വേണമല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയുടെ കിടക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ചാപ്റ്റർ ആയ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യൂണിറ്റ് ആൻഡ് മെഷർമെന്റിനകത്ത് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ ക്വസ്റ്റ്യൻ 1 മാർക്കിന് എപ്പോഴും ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനുള്ള കുറച്ച് എക്സാമ്പിളും ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ സൂപ്പർ 6 കൊടുക്കുന്നതായിരിക്കും. ഇവിടുത്തെ ഈ സ്ലൈഡ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ വീഡിയോ അപ്ലോഡായി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു സ്ലൈഡ് മുഴുവനും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ മുഴുവൻ ഡെറിവേഷന്റെയും മുഴുവൻ കൺസെപ്റ്റിന്റെ ഒക്കെ ആൻസർ കീ ഉള്ള സ്ലൈഡാണ്. ഉറപ്പായി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഒന്നും പഠിക്കാത്തവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും മിനിമം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകുക. നിങ്ങൾ പ്രതീക്ഷിച്ചതിനാൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയായിരിക്കും മക്കളെ, ഞാൻ ഉറപ്പ് തരികയാണ്. ആ ചാപ്റ്റർ അടുത്ത് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത് പ്രിൻസിപ്പൾ ഹോമോജിനിറ്റി എന്താണെന്ന് പഠിച്ചിട്ട് പോവുക. പ്രിൻസിപ്പൾ ഹോമോജിനിറ്റി ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തെങ്കിലും പ്രിൻസിപ്പിൾ എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഓർക്കുക, അത് പ്രിൻസിപ്പൾ ഹോമോജിനിറ്റി ആയിരിക്കും. അവിടെ നിന്ന് നമ്മൾ പഠിച്ചിട്ട് പോകേണ്ടത് ഒരു ഇക്വേഷന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാനും അതേപോലെ ഡെറിവേഷനുമാണ്. ഞാൻ ഡെറിവേഷൻ വന്നിരിക്കുന്നത് സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഡെറിവേഷൻ ആണ്. ഇത് ചോദിക്കാൻ എന്തുണ്ട്, സാധ്യതയുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. വളരെ കുറഞ്ഞ സ്റ്റെപ്പിലാണ് ഡെറിവേഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്. അടുത്ത ചാപ്റ്ററിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ മോഷൻ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകുന്ന സംഗതിയാണ്, ഒരു ബോഡി ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് എത്തുമ്പോൾ വെലോസിറ്റി എന്ത്, ആക്സിലറേഷൻ എന്ത്. വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം 0 ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ആണ്. റെഡി അല്ലടാ? അതിനുശേഷം ആ ചാപ്റ്ററിനകത്ത് ഗ്രാഫ് ആണ് ഇമ്പോർട്ടന്റ്. ഓരോ ഗ്രാഫും എന്താണെന്ന് പഠിച്ചിട്ട് പോവാ. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി ആണെന്നും, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണെന്നും, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് മക്കളെ നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോവാ. ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിട്ട് പോകുന്ന ഡെറിവേഷൻ ആണ് നിങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുന്ന പൊസിഷൻ ടൈം റിലേഷൻ. റെഡി? അതിനുശേഷം വരുന്ന മോഷൻ പ്ലെയിൻ ആണ്. മോഷൻ പ്ലെയിനകത്ത് പ്രൊജക്ടൈൽ മോഷൻ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. പ്രൊജക്ടൈൽ മോഷന്റെ പാത്ത് പരാബോളയാണെന്ന് എക്സാമിൽ ചോദിക്കുന്നു. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവാം. പിന്നീട് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഡെറിവേഷൻ. ആ 3 ഡെറിവേഷൻ ഞാൻ ഇവിടെ ഈ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 സ്റ്റെപ്പുകൾ മാത്രമാണ്. അതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകണം. ദെൻ എന്താണ് ടൈം ഓഫ് ഫ്ലൈറ്റ് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് മാക്സിമം റേഞ്ച് പോകുന്നത് 45 ഡിഗ്രിയിലും ഒരേ റേഞ്ച് പോകുന്നത് 90 - θ. ഇപ്പൊ 20 ഡിഗ്രി എറിഞ്ഞാൽ അതേ റേഞ്ച് പോകുന്ന അടുത്ത ആംഗിൾ 70 ഡിഗ്രി ആയിരിക്കും. ഇതിന് അതിനുശേഷം വരുന്നത് എന്താണ്, മാക്സിമം ഹൈറ്റ് ആണ്. മാക്സിമം ഹൈറ്റിന്റെ ഡെറിവേഷനും 4 സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ആ ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം ലോസ് ഓഫ് മോഷൻ ആണ്. ന്യൂട്ടന്റെ 3 ലോയും മക്കളെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഫസ്റ്റ് ലോ ഓഫ് ഇനർഷ്യ. ഇനർഷ്യയായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. മൂവിംഗ് ബസ് പെട്ടെന്ന് നിൽക്കുമ്പോൾ മുന്നോട്ടേക്ക് ആൾക്കാർ പോകാൻ കാരണം എന്താണ്, അതേപോലെ തന്നെ നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് മുന്നോട്ടെടുത്തു പിന്നോട്ട് പോകാൻ കാരണം എന്താണ്, ഇതെല്ലാം കാരണം എന്താണ്, ഇനർഷ്യ ആണ്. ഇനർഷ്യ ഓഫ് മോഷൻ, ഇനർഷ്യ ഓഫ് റെസ്റ്റ്. ഇനി സിമ്പിളി ഇനർഷ്യ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി വെക്കുക. ഇനർഷ്യ 3 തരമുണ്ട്. 3 ഇനർഷ്യ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഇനർഷ്യ മാസിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നീട് വരുമ്പോൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് F = ma എന്ന് പറയുന്ന ഡെറിവേഷൻ ആണ്. 2 മാർക്കിന് പലപ്പോഴായി കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായി നിങ്ങൾ ഈ ഡെറിവേഷൻ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. വെറും കുറഞ്ഞ സ്റ്റെപ്പിൽ ഈ ഡെറിവേഷൻ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ദെൻ അതിനുശേഷം വരുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ ചോദിക്കും. അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് തന്നെ പോകേണ്ടതാണ്. ദെൻ ആ ചാപ്റ്ററിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ട ഡെറിവേഷൻ ആണ് സർക്കുലർ ലെവൽ റോഡിലെയും അതേപോലെ തന്നെ ബാങ്ക്ഡ് റോഡിന്റെയും ഡെറിവേഷൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, പഠിച്ചിട്ട് പോകണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബാങ്കിങ് ഓഫ് റോഡ് വെറും 1, 2, 3, 4 സ്റ്റെപ്പിലാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 സ്റ്റെപ്പുകൾ മാത്രമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എൻ കോസ്റ്റ് ഡിവൈഡ് ചെയ്യണമെന്നും ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ഫിഗറിൽ എടുക്കണമെന്നും അതേപോലെ തന്നെ അവർ തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് എൻ കോസ്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കീ സ്റ്റെപ്പുകൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഇതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകണം. അതിനുശേഷം വരുന്ന അടുത്ത ചാപ്റ്റർ ഏതാണ്, നമ്മുടെ വർക്ക് എനർജി ആൻഡ് പവർ ആണ്. ടൈപ്പ് ഓഫ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം നിങ്ങളോട് ചോദിക്കുന്നുണ്ടായിരിക്കും. ആ പ്രോബ്ലം ഇതേ സാധ്യതയുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ടൈപ്പ് ഓഫ് വർക്കാണ്, സീറോ വർക്കാണോ, നെഗറ്റീവ് വർക്കാണോ, പോസിറ്റീവ് വർക്കാണോ എന്നൊക്കെ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. അതുകൊണ്ട് ഓരോ വർക്കും എന്താണെന്നൊന്ന് പഠിച്ചു വെച്ചോളൂ. റെഡിയല്ല മക്കളെ?
ശേഷം ആ ചാപ്റ്ററിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി. ഏത് പോയിന്റ് എടുത്താലും അവിടെയെല്ലാം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് MgH ആണ്, MgH ആണ്, MgH ആണെന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ്, നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട ഡെറിവേഷൻ ആണ്. പിന്നെ ആ ചാപ്റ്ററിനകത്ത് ചെറിയ വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്നതാണ് കൊളീഷൻ ഉണ്ട്. 3 തരം കൊളീഷൻ ആണ്: ഇലാസ്റ്റിക് കൊളീഷൻ, ഇലാസ്റ്റിക് കൊളീഷൻ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ. ഈ 3 കൊളീഷനും പഠിച്ചിട്ട് പോവാ. എല്ലാ കൊളീഷനകത്തും കൺസർവ് ചെയ്യുന്നത് മൊമെന്റം ആയിരിക്കും. എല്ലാ കൊളീഷനിലും കൺസർവ് ചെയ്യുന്നവരാണ് മൊമെന്റം ആണ് ആൾ കൊളീഷനിലും എന്ത് ചെയ്യുന്ന മക്കളെ? കൺസർവ് ചെയ്യുന്നത്. അടുത്ത ചാപ്റ്റർ ആയ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷനുമായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ബോഡി പ്യുവർ റൊട്ടേഷൻ മോഷൻ ആണെങ്കിൽ അവിടുത്തെ ആംഗുലർ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ലീനിയർ മോഷൻ ആണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ 1 മാർക്കിന് ചോദിക്കാൻ വളരെ സാധ്യതയാണ്. ദെൻ അതിനുശേഷം സെന്റർ ഓഫ് മാസ് എന്താണെന്ന് പഠിച്ചിട്ട് പോവാ. സെന്റർ ഓഫ് മാസിന്റെ ഡെഫിനിഷൻ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുണ്ട്. സെന്റർ ഓഫ് മാസിന്റെ ഡെഫിനിഷൻ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അതിനുശേഷം വരുന്നതാണ് ടോർക്ക്. ടോർക്കിന്റെ ഇക്വേഷൻ, ടോർക്കിന്റെ ഡെഫിനിഷൻ, ടോർക്ക് എങ്ങനെയൊക്കെ കൂട്ടുന്നു? റേഡിയസ് വെക്ടർ കൂട്ടിയാലോ അല്ലെങ്കിൽ എന്താണ് തീറ്റ 90 ഡിഗ്രി ആക്കിയാലോ ഫോഴ്സിനെ നമുക്ക് കൂട്ടാൻ സാധിക്കും. മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് തീറ്റ 90 ഡിഗ്രി, മിനിമം ടോർക്ക് തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും. അതിനുശേഷം ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിൽ എന്താണ്? ആംഗുലാർ മൊമെന്റവും അതേപോലെ ടോർക്ക് റിലേഷൻ ആണ്. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു dl/dt ഫ്രം the relation L is equal to R cross P. Very important. 1, 2, 3, 4, 5 സ്റ്റെപ്പിൽ ആ ഡെറിവേഷൻ നമ്മൾ സെറ്റ് ആക്കിയിരിക്കുകയാണ്. അതിനുശേഷം ആ ചാപ്റ്ററിനകത്ത് വരുന്ന ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ടോർക്ക് ദ ടോട്ടൽ ആംഗുലാർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഉറപ്പായി മക്കളെ നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട സംഗതിയാണ്. അതിന്റെ ആപ്ലിക്കേഷൻ ഇത് തന്നെയായിരിക്കും മിക്കപ്പോഴും ചോദിക്കുന്നത്. ഒരു കുട്ടി ഇങ്ങനെ കറങ്ങുന്നു, ഒരു കുട്ടി ഇങ്ങനെ കറങ്ങുന്നു. ഇങ്ങനെ കറങ്ങുമ്പോൾ സ്പീഡ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. കുറയും. സ്പീഡ് എന്ത് ചെയ്യും മക്കളെ? കൂടുന്നതാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു അടിപൊളി ഒരു ക്വസ്റ്റ്യൻ. അതിനുശേഷം എന്താണ്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എല്ലാവരും പഠിച്ചിട്ട് പോവാം. ചിലപ്പോൾ 2 മാർക്കിന് സ്റ്റേറ്റ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ ഇക്വേഷൻ മക്കളെ നിങ്ങൾ എല്ലാവരും നോക്കിയിട്ട് പോവാം. ആ ചാപ്റ്ററിൽ പഠിച്ചിട്ട് പോകേണ്ട ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ് ആൾട്ടിറ്റ്യൂഡും അതേപോലെ ഡെപ്തും. ഇവിടെ ഞാൻ തന്നിരിക്കുന്ന ആൾട്ടിറ്റ്യൂഡ് ആണ്. മിനിമം നിങ്ങൾ ആൾട്ടിറ്റ്യൂഡ് എങ്കിലും എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോവാം. 1, 2, 3, 4 സ്റ്റെപ്പിൽ അതിന്റെ ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സെറ്റ് അല്ലടാ? എന്താണ്? എക്സ്പ്രഷൻ ഫോർ ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷനും പറ്റുന്നവരുണ്ടെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്ത് ചെയ്യാം മക്കളെ? പഠിച്ചിട്ട് പോവാം. ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായും ചോദിക്കും. ഞാൻ സാധ്യത കാണുന്നത് ഓർബിറ്റൽ വെലോസിറ്റി ആണ്. ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √gr എന്ന് പറയുന്ന അവസാനത്തെ ഇക്വേഷൻ കിട്ടും. എസ്കേപ്പ് വെലോസിറ്റിയുടെ റിലേഷൻ എന്ന് പറയുന്നത് √2 ടൈംസ് എന്താണ്? ഓർബിറ്റൽ വെലോസിറ്റി. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതിനുശേഷം ആ ചാപ്റ്ററിനകത്ത് കെപ്ലേസിന്റെ 3 ലോയും, ലോ ഓഫ് ഓർബിറ്റ്, ലോ ഓഫ് പീരീഡ്, അതേപോലെ തന്നെ ലോ ഓഫ് ഏരിയ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ മറ്റന്നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ വളരെയേറെ സാധ്യതയുണ്ട്. പിന്നീട് വരുന്നതാണ് ഹുക്സ് ലോ എന്ന് പറയുന്നത്. ഹുക്സ് ലോ എല്ലാവരും പഠിച്ചിട്ട് പോവാ. ഹുക്സ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഇപ്പൊ ചാപ്റ്റർ ഏതായി? നമ്മൾ ഗ്രാവിറ്റേഷൻ കഴിഞ്ഞു. ഇപ്പൊ ഏതായി? നമ്മുടെ സോളിഡ് ആയി. ഹുക്സ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഹിയർ മോഡുലസ് ഇതൊക്കെ എന്താണെന്നും അതിന്റെ ഇക്വേഷൻ മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോവാ. ഓക്കെ അല്ലേ? ദെൻ അതിനുശേഷം വരുന്നതാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഉറപ്പായി നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഇതിനകത്ത് ഓരോ പോയിന്റും എന്താണെന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ നോക്കിയിട്ട് മാത്രമേ എക്സാം ഹാളിൽ കയറാൻ പാടുള്ളൂ. ദെൻ പാസ്കൽസ് ലോ ആണ്. നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഫ്ലൂയിഡ് എത്തിക്കഴിഞ്ഞാൽ പാസ്കൽസ് ലോ ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിച്ചിട്ട് പോകണം. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിച്ചാൽ മക്കളെ നിങ്ങൾ എഴുതണം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പാസ്കൽസ് ലോ ആണ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട സംഗതി തന്നെയാണ്. ആ ഇക്വേഷൻ ഫൈനൽ ആൻസർ നിങ്ങൾ നോക്കിയിട്ട് പോകാം. പിന്നെ ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ബെർണോളിയസ് പ്രിൻസിപ്പിൾ. ഈ ബെർണോളിയസ് പ്രിൻസിപ്പിൾ വളരെ കുറഞ്ഞ സ്റ്റെപ്പിലാണ് ഞാനിവിടെ ഡിറൈവ് ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടന്റ് സ്റ്റെപ്പുകൾ മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാവരും പഠിച്ചിട്ട് പോട്ടോ. ചിലപ്പോൾ ബെർണോളിയസ് പ്രിൻസിപ്പിൾ ഡിറൈവ് ചെയ്യുന്നതിന് പകരം ഈ സ്റ്റേറ്റ്മെന്റ് മാത്രമായിരിക്കും ചോദിക്കുന്നത്. പറ്റുവാണെങ്കിൽ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിക്കുക. രണ്ടും പഠിച്ചാൽ ബെറ്റർ ആണ്. ദെൻ അതിനുശേഷം സ്റ്റോക്സ് ലോ എന്താണെന്ന് അതേപോലെ തന്നെ ചോദിക്കും. എന്താണ് സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത്? അപ്പൊ മക്കളെ നിങ്ങൾ അങ്ങ് എഴുതി വെക്കണം. സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത് ഇതാണ്. 6 പൈക്കിടാങ്ങളെ 6ന്റെ പക്കത്ത് കെട്ടിയിട്ടിരിക്കുന്നല്ലേ ഈറ്റ കഴിക്കാനായി. 6 പൈ ഈറ്റ 6 ഇക്വേഷൻ എഴുതി വെച്ചാൽ മാത്രം മതിയായിരിക്കും. ദെൻ സർഫസ് ടെൻഷൻ ആണ്. അതിന്റെ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോവാ. സർഫസ് ടെൻഷനും സർഫസ് എനർജി ആയിട്ടുള്ള റിലേഷൻ ആണ് ഈ കാണുന്നത്. ഓക്കെ അല്ല മക്കളെ? ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഈ സർഫസ് ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു കാര്യം ഓർക്കുക. ടെമ്പറേച്ചർ കൂടിയാൽ സർഫസ് ടെൻഷൻ മക്കളെ കുറയുന്നതായിരിക്കും. പിന്നീട് വരുന്ന ആംഗിൾ ഓഫ് കോൺടാക്ട് ആണ്. ഇപ്പോൾ മെർക്കുറിയും വാട്ടറും ഒക്കെ നമ്മൾ ഗ്ലാസിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ മെർക്കുറി ഉണ്ടാക്കുന്ന ആംഗിൾ ഒബ്റ്റ്യൂസ് ആണ്, വാട്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ അക്യൂട്ട് ആണ്. ഇനി വാട്ടറും ലോട്ടസ് ലീഫും ആണെങ്കിൽ ഒബ്റ്റ്യൂസ് ആയിരിക്കും. അതെല്ലാവരും പഠിച്ചിട്ട് പോവാ. ദെൻ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും നമ്മുടെ നമ്മുടെ
വാട്ടർ ഡ്രോപ്പ് എപ്പോഴും സ്പെറിക്കൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതിന് കാരണം സർഫസ് ടെൻഷൻ ആണ്. അതേപോലെ തന്നെ പെയിന്റ് നമ്മുടെ ബ്രഷ് വെള്ളത്തിൽ മുക്കി വെക്കുമ്പോഴത്തേക്കും അത് ക്ലിങ് ചെയ്യും, ഒട്ടിപ്പിടിക്കാൻ കാരണം സർഫസ് ടെൻഷൻ ആണ്. ഹോട്ട് സൂപ്പ്, ചൂടുള്ള സൂപ്പ് തണുത്ത സൂപ്പിനേക്കാൾ ടേസ്റ്റഡ് ആകാൻ കാരണം സർഫസ് ടെൻഷൻ ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷൻ കുറയുന്നു, അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ബെഡുമായിട്ട് അവൻ കൂടുതൽ കോൺടാക്റ്റിൽ വരുന്നു. റെഡിയാണ്. അപ്പൊ സർഫസ് ടെൻഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വസ്തുക്കളായിട്ട് കോൺടാക്റ്റിൽ വരും. ആ ഒരു ബോധമൊക്കെ ഉണ്ടാക്കി വെക്കുക. ദെൻ കാപ്പിലറൈസ് ആണ് ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ. നിങ്ങൾ എല്ലാവരും മക്കളെ പഠിച്ചിട്ട് പോവുക. കാപ്പിലറൈസും ബെർണോളിയസ് പ്രിൻസിപ്പിളും ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഉടനെ ചോദിക്കും, അല്ല എങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് എക്സസ് പ്രഷർ ആയിരിക്കും. റെഡി? അതിനുശേഷം അടുത്ത ചാപ്റ്റർ ആയ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിനകത്ത് കുറച്ച് തിയറി ഒക്കെ പഠിച്ചിട്ട് പോവുക. അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ മക്കളെ നിങ്ങൾ നോക്കിയിട്ട് പോവുക. അതേപോലെ തന്നെ റീജലേഷൻ എന്താണ് നോക്കിയിട്ട് പോവുക. ദെൻ അടുത്ത വരുന്നതാണ് ഹീറ്റ് ട്രാൻസ്ഫർ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. കണ്ടക്ഷൻ ഒരു ഇക്വേഷൻ ഉണ്ട്, പറ്റുന്നവർ പഠിച്ചിട്ട് പോവുക. കൺവെക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് വരുന്നതാണ് സീ ബ്രീസും ലാൻഡ് ബ്രീസും. പറ്റുന്നവർ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവുക. പറ്റുന്നവരല്ല, അത് നോക്കിയിട്ട് പോകണം. ഇതിനകത്തുള്ള ഒരെണ്ണം പോലും മക്കളെ നിങ്ങൾ വിടാനായിട്ട് പാടില്ല. ഈ സ്ലൈഡിലുള്ള ഒന്നും നിങ്ങൾ വിടാൻ പാടില്ല. റെഡി? അതിനുശേഷം വരുന്നത് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അവിടെ നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നീട് ഐസോതെർമൽ പ്രോസസ് എന്താണെന്നും പറ്റുന്നവരുണ്ടെങ്കിൽ അഡയബാറ്റിക് പ്രോസസിന്റെ ഇക്വേഷനും ഒന്ന് പഠിച്ചിട്ട് പോവാ. അവിടെ നിന്നും വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ് ഉറപ്പായി നിങ്ങൾ ഡിറൈവ് ചെയ്തിട്ട് പോകേണ്ട ഇക്വേഷൻ ആണ്, പഠിച്ചിട്ട് പോകേണ്ട ഇക്വേഷൻ ആണ്. വളരെ കുറഞ്ഞ സ്റ്റെപ്പിൽ 1 2 3 4 5 6 സ്റ്റെപ്പിൽ നമ്മൾ അതിന്റെ ആൻസർ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇമ്പോർട്ടന്റ് സ്റ്റെപ്പുകളാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പറ്റുന്നവരുണ്ടെങ്കിൽ അഡയബാറ്റിക് പ്രോസസിന്റെ ഡെറിവേഷൻ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പൊ അത്രയും കാര്യമാണ്. പിന്നീട് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? യെസ്, നമ്മുടെ വർക്ക് ഡൺ ഇൻ തെർമോഡൈനാമിക് പ്രോസസ്. ഈ ഒരു ഗ്രാഫ് എടുത്തിട്ട് പോവാം. ഇത് ഐസോബാറിക് പ്രോസസിന്റെ, ഇത് ഐസോതെർമൽ പ്രോസസിന്റെ, ഇത് അഡയബാറ്റിക് പ്രോസസിന്റെ. ഇവിടെ ചോദിക്കും ഏറ്റവും കൂടുതൽ വർക്ക് ആർക്കാന്ന് ചോദിക്കും. ഏറ്റവും ഏരിയ ആർക്കാണോ കൂടുതൽ, ഏരിയ കൂടുതൽ ആർക്കാണ്? ഐസോബാറിക്കിനാണ്. അപ്പൊ ഐസോബാറിക്കിന്റെ വർക്ക് കൂടുതലായിരിക്കും. അതിനുശേഷം ഐസോതെർമല്, അതിനുശേഷം അഡയബാറ്റിക്. ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഐസോകോറിക്കിന്റെ ഗ്രാഫ് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവുന്നത് ഐസോകോറിക്. അപ്പൊ ഏറ്റവും കൂടുതൽ വർക്ക് എവിടെ ആയിരിക്കും? ഐസോബാറിക്. കാരണം ഏരിയ അണ്ടർ പി വി ഗ്രാഫ് ആണ് എന്തെന്ന് പറയുന്നത്, വർക്ക് ഡൺ എന്ന് പറയുന്നത്. ദെൻ ഈ ചാപ്റ്ററിൽ നോക്കിയിട്ട് പോകേണ്ട അവസാന സാധനമാണ് കാർനോട്ട് ടെൻഷൻ. സിമ്പിൾ ആണ്. ഈ ഡയഗ്രാം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി പഠിച്ചിട്ട് പോവുക. സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഈ ഡയഗ്രാം കേസ് 1 എന്ത് സംഭവിക്കുന്നു, ഐസോതെർമൽ പ്രോസസ്സ്. കേസ് 2 അഡയബാറ്റിക് എക്സ്പാൻഷന്, ഐസോതെർമൽ കംപ്രഷന്, അഡയബാറ്റിക് കംപ്രഷൻ. ഈ 4 പ്രോസസ്സിന് പേര് പഠിക്കുക. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡയബാറ്റിക് കംപ്രഷൻ. ഈ 4 പ്രോസസ് മക്കൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് വേണം എക്സാം ഹാളിൽ കയറാൻ. ദെൻ അവിടെ നിന്ന് വരുന്ന പി വി ഡയഗ്രാം നിങ്ങൾ നോക്കിയിട്ട് പോവാം. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ സൂപ്പർ 6 ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡീൽ ചെയ്യുന്നതായിരിക്കും. മറക്കാതെ സൂപ്പർ 6 കാണുക. ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വേണ്ടവർക്ക് മാത്രമാണത്. അല്ലെങ്കിൽ ഈ സ്ലൈഡ് നോക്കി പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പഠിച്ചോളുക. അപ്പോൾ നന്നായിട്ട് കോൺഫിഡന്റ് ആയിട്ട് എക്സാമിന് പോവുക. ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ബൂസ്റ്റർ ഡോസിനൊക്കെ നിങ്ങൾ എല്ലാവരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ മക്കളെ. അപ്പോൾ ബൈ ബൈ, ടാറ്റ.